കണ്ണേ കർലെ VSA ഇത് ചുമ്മാ നേടിയെടുത്തതല്ല. മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചൊരു വ്യക്തി പിന്നീട് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമൊക്കെ ആയിരുന്ന് നമ്മുടെ ജനനായകനായി ജനമനസ്സിൽ കുടിയിരുന്നു. യാതൊരുവിധ വ്യത്യാസവും കാണാതെ ജനങ്ങളോട് പെരുമാറിയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഏത് സാഹചര്യത്തിലും ഏത് ആളുകളുടെയും മുന്നിൽ തുറന്ന് തൻ്റെ വ്യക്തിത്വം കാണിച്ചുകൊണ്ടേയിരുന്നു. പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ബാർക്കോഴ വിവാദത്തിനും സോളാർ വിവാദത്തിനുമെല്ലാം നേരെ ഒരുപോലെ നിന്നു. എന്നാൽ ഭരണപക്ഷത്തിൽ നിന്ന സമയത്ത് ഭരണപക്ഷത്തിൽ നിന്നുള്ള കുത്തുകൾ ഏറ്റെടുത്തപ്പോഴും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും തൻ്റെ തീരുമാനങ്ങൾക്കൊന്നും അദ്ദേഹം മാറ്റം വരുത്തിയില്ല. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് എല്ലാം തന്നെ അദ്ദേഹം ഒരുപോലെ നിന്നു. ഈ ഏത് പീഡന കേസിൽ ആയാലും ശരി, എന്ത് ബുദ്ധിമുട്ടുള്ളതായാലും ആ സ്റ്റേജിലിരുന്നപ്പോൾ എത്ര പ്രശസ്തനായ ഒരു നടൻ വന്നിട്ട് പോലും ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, പീഡനാരോപിതനായ ഒരാളെ കൂടെ ഞാൻ ഈ വേദി ഷെയർ ചെയ്യില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച വ്യക്തിയാണ്. പുന്നപ്ര വയലാർ സമരം അന്ന് തുടങ്ങി ഇങ്ങ് മൂന്നാർ കയ്യേറ്റം വരെയും എല്ലാ സമരത്തിൻ്റെയും മുന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാവരോടും കാണിച്ചിരുന്നത് ഞാനൊരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്, എനിക്കൊരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കണം, അല്ലാതെ ഒരു രാഷ്ട്രീയ പരമ്പര എനിക്കുണ്ടാക്കി എടുക്കണ്ട എന്ന് അദ്ദേഹം പറയുമായിരുന്നു. എത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും ധർമ്മടത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് വേണ്ടി വോട്ട് പിടിക്കാൻ അദ്ദേഹം എത്തിയിരുന്നു. VS എത്തിയതിന് ശേഷമാണ് അവിടെ ജനങ്ങൾ എരിച്ചു കയറിയത്. പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദികളിലിരുന്ന് പരാമർശങ്ങൾ ഉണ്ടായപ്പോഴും മാധ്യമങ്ങളുടെ നേരെ ഒരു വാക്ക് പോലും ഒരിക്കലും VS പറഞ്ഞിട്ടില്ല. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളെ വിളിച്ചപ്പോഴും പിതൃശൂന്യൻ എന്ന് സ്വരാജ് പറഞ്ഞപ്പോഴും ഇങ്ങനെയൊന്നും നല്ല കുടുംബത്തിൽ ജനിച്ചവർ പറയാൻ പാടില്ല, എന്ത് പ്രതിഷേധമുണ്ടായാലും പറയുന്നതിനൊരു രീതിയുണ്ടെന്ന് പറഞ്ഞൊരു ജനനായകനായിരുന്നു. മാത്രമല്ല അമൂൽ ബേബി എന്ന് രാഹുൽ ഗാന്ധിയെ പരസ്യമായി വിളിക്കുകയും ഒരു കവിവചനം ചേർക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പരസ്യമായ പ്രസ്താവന VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ കേന്ദ്രം വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് യാതൊരുവിധ കോട്ടവും വന്നിട്ടില്ല. ഇത്രയും പ്രായം കഴിഞ്ഞ് നിന്ന സാഹചര്യത്തിലും പാർട്ടിയുടെ ഒരു മെമ്പറായ രീതിയിൽ എല്ലാ സാഹചര്യത്തിലും ഏറ്റവും പ്രായം കൂടിയ സമയത്ത് പ്രതിപക്ഷത്തിൽ തുടർന്നു, പാർട്ടിയിൽ തുടർന്നു. എല്ലാ കേസുകൾ നടന്ന സമയത്തും ഞാൻ ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുമെങ്കിൽ CPM പ്രസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ വരാമെന്ന് പറഞ്ഞിരുന്നു. പരസ്യ പോരാട്ടങ്ങൾ പിണറായി വിജയനും അച്യുതാനന്ദനുമായി നടന്നിരുന്നു. എന്നിരുന്നാൽ പോലും ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്നു. മാത്രമല്ല ഏത് സാഹചര്യത്തിലായാലും ശരി സ്വന്തം പാർട്ടിക്കാർ മുമ്പിൽ വന്ന് നിന്നാൽ പോലും സത്യത്തിനെതിരെ തിരിയാത്ത, അതായത് ഒരു മതേതര കേരളം ഇവിടെ സൃഷ്ടിച്ച വ്യക്തി കൂടിയാണ്. വ്യാജ CD, വ്യാജ സ്വാമിമാർ ഇവരെല്ലാവരെയും ചുരുട്ടി കൂട്ടി അകത്താക്കിയത് അച്യുതാനന്ദൻ്റെ ഭരണകാലത്തായിരുന്നു. അദ്ദേഹം വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് അതിനെ പ്രവർത്തിച്ചത്. വ്യാജ CD പ്രശ്നം വന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആണ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഇദ്ദേഹത്തിനെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പുറത്താക്കിയാൽ ഞാൻ കേരള സംസ്ഥാനത്തിൻ്റെ ഈ ഇരിക്കുന്ന മന്ത്രിസഭ ഞാൻ പിരിച്ചു വിടുമെന്ന് പറഞ്ഞ് സധൈര്യം അദ്ദേഹത്തിൻ്റെ അന്വേഷണ ചുമതല തുടരാൻ സഹായിച്ച വ്യക്തി കൂടിയാണ്. 100 വർഷം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിപൂർണമായും കാലം, അതായത് ഒരു 13-14 വയസ്സ് കഴിഞ്ഞ സമയം മുതൽ അദ്ദേഹം നമ്മുടെ കൂടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മിച്ച് ജീവിക്കാൻ, മനസ്സിലാക്കാൻ കുറേ രാഷ്ട്രീയം പഠിപ്പിച്ച് തന്നിട്ടാണ് അദ്ദേഹം വിട്ടുപോയിരിക്കുന്നത്. എല്ലാവിധ രാഷ്ട്രീയപരമായുള്ള നേട്ടങ്ങളും ജനങ്ങൾക്ക് നൽകിയിട്ട് തന്നെയാണ് VS അച്യുതാനന്ദൻ നമ്മളോട് വിട പറഞ്ഞത്.